ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കെമിസ്ട്രിയിലെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിനെ പറ്റി നോക്കുന്നതിന് മുന്നേ നമുക്കറിയാം ഈ വർഷം നമ്മൾ ടെക്സ്റ്റ് പുതിയതായിരുന്നു. കഴിഞ്ഞ വർഷം വരെ വേറൊരു ടെക്സ്റ്റ് ഫോളോ ചെയ്ത് ആയിരുന്നു 10ാം ക്ലാസ് പോയിരുന്നത്. എന്നാൽ ഈ വർഷം ആവുന്ന സമയത്ത് ടെക്സ്റ്റ് പുതിയതായി മാറി. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ടെക്സ്റ്റിലുള്ള പാഠങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് വിലയിരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളിലോട്ട് പോവാം. സോ നമുക്ക് എപ്പോഴും പോലെ തന്നെ 2 പാർട്ട് ടെക്സ്റ്റ് ബുക്കുകളാണുള്ളത്. നിലവിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിലൊരു 4 or 5 ചാപ്റ്ററോ, അല്ലെങ്കിൽ ഇപ്പോൾ 5 ചാപ്റ്ററാണ് ഫസ്റ്റ് പാർട്ടിലുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ 4 ചാപ്റ്ററോ 3 ചാപ്റ്ററോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ എപ്പോഴും നമുക്ക് 2 പാർട്ട് ടെക്സ്റ്റുകൾ വരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു പാർട്ട് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയും ഈ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ്, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സും അതിൻ്റെ നോമൻക്ലേച്ചർ, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സെക്കൻഡ് പാർട്ടിലായിരുന്നു. അതായത് നമുക്ക് ക്രിസ്മസിന് ശേഷമുള്ള പോർഷനായിരുന്നു. നിലവിലത് ഫസ്റ്റ് പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് പാഠമാണ് നമുക്ക് ഏത് വന്നിരിക്കുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് എന്ന് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കി കാര്യത്തിലൂടെ നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമേഴ്സും, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമേഴ്സും, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഓഫ് കോഴ്സ് പേര് പറയുന്ന പോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി തന്നെയാണ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? നമ്മൾ നേരത്തെ കേട്ടു, നമ്മൾ 2 തവണ കേട്ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. സോ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പറയേണ്ട ആളിനെ കാർബണെ പറ്റിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ അല്ലെങ്കിൽ സി എന്ന സിമ്പലും അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? നമ്മുടെ 6 ആയിരുന്നു കാർബണിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ 6 ആയിരുന്ന ഒരാളാണ് നമ്മുടെ കാർബൺ. അപ്പോൾ കാർബണിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പീരിയോഡ് ടേബിളിൽ നിങ്ങൾക്കറിയാം ഏകദേശം 118ഓളം എലമെൻറ്റുകൾ നമ്മുടെ പീരിയോഡ് ടേബിളിൽ നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ 6ാമത്തെ ആൾ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എത്ര വരുന്നേടാ? 6 വരുന്ന ആളാണ് നമ്മൾ ആരെന്ന് പറയുന്ന കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ 6 വരുന്ന ആളാണ് നമ്മുടെ കാർബൺ. സോ കാർബൻ്റെ നമ്മുടെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ എന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു കാണും, മെയിൻ ഷെൽ കോൺഫിഗറേഷൻ ഉണ്ട്. നമുക്ക് ഓരോ ഷെല്ല് KLMN എന്നൊക്കെ പറയുന്ന ഷെല്ലുകളും ഓരോ ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന രീതിയാണ് നമ്മൾ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് കാർബൻ്റെ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, കാർബന് 2 ആണ് കാർബൻ്റെ കോൺഫിഗറേഷൻ. ഓക്കെ, സോറി 2 6 എന്ന് പഠിക്കരുത്, 2 4 കാരണം കാർബൺ എത്രയേ ഉള്ളൂ? കാർബൺ ആകെ 6 ആണ് കാർബൺ അറ്റോമിക് നമ്പർ. സോ ആദ്യത്തെ ഷെല്ല് 2, 2ാം ഷെല്ല് 4. സോ 2 4. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവസാനത്തെ ഷെല്ല് 4 ഇലക്ട്രോണാണ് നിലവിൽ കാർബൺ ഉള്ളത്. അതായത് കാർബന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് ഈ 4 ആർക്കും കൊടുക്കാനും പറ്റത്തില്ല, എന്നാൽ 4 ആർക്കും വാങ്ങിക്കാനും പറ്റത്തില്ല. നമുക്കറിയാം അവസാനത്തെ ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോൺ ആവുന്ന സമയത്താണ് ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഒക്ടറ്റ് റൂൾ എന്നൊക്കെ നമ്മൾ പറയും. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ കാർബൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാർബണിൽ 4 ഉള്ളൂ. ഒന്നെങ്കിൽ അവൻ ആരെന്നെങ്കിലും 4 വാങ്ങിക്കണം, അല്ലെങ്കിൽ അവന് 4 കയ്യിലുള്ള 4 കളയണം. 2 കാർബണിന് നഷ്ടം സെയിമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാർബൺ എന്ത് ചെയ്യത്തില്ല, ഈ 4 ഇലക്ട്രോണിന് ആർക്കും കൊടുക്കത്തുമില്ല, ആരെയും വാങ്ങിക്കത്തുമില്ല. ഈ ഒരു പ്രത്യേകത കാർബൺ ഉള്ളതുകൊണ്ട് കാർബന് ഒരു ബാക്കിയുള്ള മൂലകങ്ങളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കാർബൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പേരാണ് കാറ്റിനേഷൻ എന്ന് പറയും. കാറ്റിനേഷൻ നിങ്ങൾ വേറൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. കാറ്റിനേഷനെ പറ്റി നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ടോപ്പിക്കിലൊന്നും പറയുന്നൊന്നുമില്ല, ഞാൻ പിന്നെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാറ്റിനേഷൻ എന്ന പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ സോ ഫസ്റ്റ് കാറ്റിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കാറ്റിനേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് കാർബന് വേറെ എലമെൻറ്റുകളുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കഴിവ് കാർബണ് കൂടുതലാണ്. സോ അതായത് കാർബൺ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടംപോലെ എലമെൻറ്റുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാക്കാൻ പറ്റും, കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കാർബൺ ഹൈഡ്രജനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാർബൺ നൈട്രജനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാർബൺ ഓക്സിജനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാർബൺ ഫ്ലൂറിനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സുമായിട്ട് കാർബൺ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ കാർബൻ്റെ ഈ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവിനെ പറഞ്ഞ പേരാണ് കാറ്റിനേഷൻ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് വെച്ചേക്കുക, കാർബന്
ഏതൊരു എലമെൻറ്റ് അപ്പോഴും ഒരു കേസ് ആലോചിച്ച് കൊള്ളണം, എല്ലാ എലമെൻറ്റ്സിനും ഇത് ബാധകമല്ല. കാർബൺ എന്നും പറഞ്ഞ് പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻറ്റുമായിട്ട് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർ, ഒരു മിക്ക ആൾക്കാരുമായിട്ടും കാർബൺ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോണ്ടിങ് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ബോണ്ട് ചെയ്ത് എന്തുണ്ടാക്കാൻ പറ്റും, കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാർബണിൻ്റെ പ്രത്യേകതയെ പറയുന്ന പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കാറ്റിനേഷൻ. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു കാർബൺ ഒരുപാട് കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന്. അപ്പോൾ എത്ര കോമ്പൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ കാർബൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് കാർബൺ ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ കാർബൺ ചേർന്നുണ്ടായ കോമ്പൗണ്ട്സും ഉള്ള കെമിസ്ട്രിയിലെ ബ്രാഞ്ചിനെ പറഞ്ഞ പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സും കാർബൺ ഉണ്ടാക്കുന്ന സംയുക്തങ്ങളും ചേർന്ന് വരുന്ന, അല്ലെങ്കിൽ ഇതെല്ലാത്തിനെ പറ്റി മാത്രം പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ശാഖയെ നമുക്ക് എന്തെന്ന് പറയാം, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി എന്ത് എന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി വച്ചേക്കണം. കാരണം നമുക്ക് ഡെഫിനിഷനായിട്ട് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവരിക്കാനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്, നമുക്ക് ആ ബേസ് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇവിടെ ആലോചിച്ച് പോകണം, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, കാർബൻ്റെ കോമ്പൗണ്ടുകളും ചേർന്നുണ്ടാകുന്ന കെമിസ്ട്രിയുടെ ശാഖയെ നമുക്ക് എന്തെന്ന് പറയാം, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണെങ്കിലും നമ്മൾ കൃത്യമായി പാഠത്തിൽ പഠിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാ ആൾക്കാരെ പറ്റിയും പഠിക്കുന്നില്ല. ഇതിൽ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഈ കാർബണും ഹൈഡ്രജനും ചേർന്ന് ബോണ്ടിങ് ഉണ്ടാക്കാറുണ്ട്. കാരണം കാർബൺ ഒരുപാട് ആൾക്കാരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്, ഒരുപാട് എലമെൻറ്റുമായിട്ട് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ കാർബൺ ഏറ്റവും ഫേവറേറ്റ് ആളാരാണ്, ഹൈഡ്രജനാണ്. അപ്പോൾ ഇങ്ങനെ കാർബൺ ഹൈഡ്രജനുമായിട്ട് ഉണ്ടാക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ആലോചിച്ച് വെച്ചേക്കുക, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങളും എല്ലാത്തിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു. എന്നാൽ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അകത്ത് കാർബണും ഹൈഡ്രജനുമാണ് ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ, അല്ലെങ്കിൽ കാർബണും ഹൈഡ്രജനും ചേർന്നാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, അപ്പോൾ മലയാളംകാർക്ക് ഹൈഡ്രോ കാർബൺസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പഠിക്കുക, ഹൈഡ്രോ കാർബൺസ്. സി സിംഗിൾ ബോണ്ട്, H ജസ്റ്റ് ആലോചിക്കുക, കാർബൺ ഹൈഡ്രജനും ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു, ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ഈ പാഠത്തിൽ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്ന ഹൈഡ്രോ കാർബണുകളെ പറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ തരമുണ്ട്, ഈ ഹൈഡ്രോ കാർബൺസിന് എങ്ങനെയൊക്കെ പേര് കൊടുക്കുമ്പോൾ ഏതൊക്കെ റൂളുകളാണ് നമ്മൾ പാലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ബേസിസിൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ നമ്മളിപ്പോഴും പാഠത്തിനെ പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പാഠത്തിനെ പറ്റി വേറെ ഒരു നമ്മൾ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മളിപ്പോഴും എന്ത് മാത്രമേ പറയുന്നുള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞൊന്നും പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇനി നമുക്ക് പാഠത്തിലോട്ട് പോവാം. സോ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ആളിനെ രണ്ടായി നമുക്ക് തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ടാൾക്കാരായിട്ട് തിരിക്കുന്ന കാര്യം നമ്മുടെ ടെക്സ്റ്റ് സത്യം പറഞ്ഞാൽ പറയുന്നില്ല, പക്ഷേ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, ഈ ഹൈഡ്രോ കാർബണുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരാളാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും സെക്കൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, ഹൈഡ്രോ കാർബണുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും രണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത്ര ആലോചിച്ചോ, ഹൈഡ്രോ കാർബൺ നമ്മൾ രണ്ടായി തിരിച്ചു. ഏതൊക്കെയായിരുന്നു, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ചില ടെക്സ്റ്റുകളിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് തന്നെയാണ് മലയാളത്തിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ആലോചിച്ചോണം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളണം. സാധാരണ ഇത് കറക്റ്റ് മലയാളം വേർഡ് എന്ന് പറയുന്ന പൂരിത ഹൈഡ്രോ കാർബൺ എന്നും അപൂരിത ഹൈഡ്രോ കാർബൺ എന്നുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ചില ടെക്സ്റ്റുകളിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് തന്നെ കൊടുക്കാറുണ്ട്. സോ എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈഡ്രോ കാർബണുകളെ രണ്ടായി തിരിക്കുന്നു, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും. രണ്ടാൾക്കാരുണ്ടെന്ന് മനസ്സിലായേ. സോ ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കാർബൺ നമുക്കറിയാമല്ലോ, ഒരു ഹൈഡ്രോ കാർബൺ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരുപാട് കാർബണും ഹൈഡ്രജനും ചേർന്ന് ഉണ്ടാകുന്ന ആൾക്കാരാണ് ഹൈഡ്രോ കാർബൺ. ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാലോചിച്ചോ, കാർബൺ 3 കാർബൺ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. സോ ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ ഈ വര ഇട്ടേക്കുന്ന അല്ലെങ്കിൽ ഈ ബോണ്ട് ഇട്ടേക്കുന്ന എല്ലായിടത്തും നമുക്ക് ആരുണ്ട്, ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ ഇത്രയും സ്ഥലത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കണ്ട ഇവിടെ നമുക്ക് എത്ര കാർബൺ ഉണ്ട്, 1 2 3 കാർബണാണ് നമുക്കിവിടെ ഉള്ളത്. അതേപോലെ ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇതൊരു ഹൈഡ്രോ കാർബണാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ആരൊക്കെ മാത്രമേ ഉള്ളൂ, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകളെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണേ? ഇനിയാണ് നമ്മുടെ പരിപാടി. നിങ്ങൾ നോക്കിയാണ്ടാ, ഇവിടെ കാർബൺ തമ്മിൽ എല്ലാം സിംഗിൾ ബോണ്ടല്ലേ, ഒറ്റ ബോണ്ടല്ലേ, അല്ലെങ്കിൽ ഏകബന്ധനം അല്ലേ. അപ്പോൾ പൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും തമ്മിൽ ഏത് ബോണ്ട് മാത്രമേ കാണത്തുള്ളൂ, സിംഗിൾ ബോണ്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ ആ ഹൈഡ്രോ കാർബൺ പറഞ്ഞ പേരാണ് എന്ത്, പൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. ഇനി ഇപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ബോണ്ടുകളോ 3 ബോണ്ടുകളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ആലോചിച്ചോ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടും കാണാം, ട്രിപ്പിൾ ബോണ്ടും കാണാം. ചിലപ്പോൾ 2 ബന്ധനം കാണാം, ചിലപ്പോൾ 3 ബന്ധനം കാണാം, പക്ഷെ 1 കാണത്തില്ല. 1 മാത്രമേ ഉള്ളെങ്കിൽ ഏതാണ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. എന്നാൽ 2 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയാം. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത കാര്യം പറഞ്ഞു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും കാർബണും ചേർന്നുണ്ടാകുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തത്തിനെ പറയുന്ന പേരാണെന്ത്, ഹൈഡ്രോ കാർബൺസ്. മറന്നുപോലിൽ ഉറപ്പല്ലേ. അപ്പോൾ ഹൈഡ്രജനും കാർബണും ചേർന്ന് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഹൈഡ്രജനും കാർബണും ചേർന്നുണ്ടാകുന്ന ഓർഗാനിക് സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് നമുക്ക് 2 തിരിക്കാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 2 തിരിക്കുന്ന, ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണും അപൂരിത ഹൈഡ്രോ കാർബണും. ഇപ്പോൾ പൂരിത ഹൈഡ്രോ കാർബൺ, അപൂരിത ഹൈഡ്രോ കാർബൺ. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. 2 ആൾക്കാർ ക്ലിയർ ആണ്. ഇനി ഞാൻ പറഞ്ഞു എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താടാ, കാർബണും തമ്മിൽ ഏത് ബോണ്ട് മാത്രമേ കാണത്തുള്ളൂ, സിംഗിൾ ബോണ്ട് മാത്രമേ കാണത്തുള്ളൂ. ഇനി അപൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടും കാണാം, ട്രിപ്പിൾ ബോണ്ടും കാണാം. ഒന്നെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡബിൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏതായിരിക്കും, ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. 2 ആണെങ്കിലും നമ്മൾ എന്തെന്ന് തന്നെ പറയുന്ന, അപൂരിത ഹൈഡ്രോ കാർബൺ എന്ന് തന്നെയാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലായല്ലോ. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് റിവൈസ് കാര്യങ്ങൾ പറഞ്ഞു വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട് എന്തെന്ന് പറഞ്ഞു. ഓർഗാനിക് കോമ്പൗണ്ട് എന്തായിരുന്നു, കാർബണിൻ്റെ സംയുക്തങ്ങളും ചേർന്ന് വരുന്ന കെമിസ്ട്രിയുടെ ശാഖയെ പറയുന്ന പേരാണെന്ത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു. ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് കാർബൺ ആയിരിക്കും പ്രധാന ആൾ. കാർബൺ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള മൂലകങ്ങളുമായിട്ടും അല്ലെങ്കിൽ എലമെൻസുമായിട്ട് എന്ത് ചെയ്യും, കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാർബൺ ഉണ്ടാക്കിയ സംയുക്തങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള പഠനത്തിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു. സെക്കൻഡ് നമ്മൾ പറഞ്ഞു ഓർഗാനിക് കെമിസ്ട്രിയുടെ അകത്ത് ഒരാളാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന. അപ്പോൾ എന്തായിരുന്നു ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന, നമ്മൾ പറഞ്ഞു എന്താണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ, ഒരു ഓർഗാനിക് സംയുക്തം തന്നെയാണ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ആരൊക്കെ കാണത്തുള്ളൂ, ഹൈഡ്രജനും കാർബണും ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജനും കാർബണും ചേർന്നുണ്ടാക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തത്തിനെ പറയുന്ന പേരാണെന്ത്, ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന. ക്ലിയർ ആണേ. ഹൈഡ്രോ കാർബൺ 2 തിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നടാ, ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും സെക്കൻഡ് ഏതായിരുന്നു, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും. ഓക്കെ, അപ്പോൾ ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിരുന്നു, സെക്കൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു എന്തായിരുന്നു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അല്ലെങ്കിൽ എന്താണ് പൂരിത ഹൈഡ്രോ കാർബൺ. കാർബണും തമ്മിൽ എന്തേ കാണത്തുള്ളൂ, സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഒറ്റ ബോണ്ട് മാത്രമേ കാണത്തുള്ളൂ. അത് ഏകബന്ധനമായിരിക്കും.
ഓക്കെ, ഇനി കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ 2 ബന്ധനങ്ങളോ 3 ബന്ധനങ്ങളോ വരുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയും? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? സംശയമില്ല. ഇനി അപ്പോൾ ഒന്നും കൂടെ ഒറ്റ റൗണ്ട് കൂടെ നമുക്ക് റിവിഷൻ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാഠത്തിലോട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ഇൻട്രഡക്ഷൻ സെക്ഷൻ മാത്രം നമ്മൾ പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന പാഠം നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നായിരുന്നു. അപ്പോൾ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു, എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞു, ഹൈഡ്രോ കാർബൺ എത്ര തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള ക്ലാസ് എല്ലാം ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അടുത്ത പാർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശരി.